നമ്മൾ ഓരോ നിമിഷവും മൂവിയിലും മാത്രമല്ല ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഫൺ രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ ലൂസ് ടോക്ക് പോലെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല. എല്ലാവരും ഒരേപോലെ ഇല്ലല്ലോ. ഇപ്പോ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും. അപ്പൊ അതിലുള്ള വ്യത്യസ്തത നമ്മള് അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും 5 പേരും 5 രീതിയിലാണ് എടുക്കുന്നത്. എല്ലാവർക്കും അത് എൻജോയബിൾ ആയിരിക്കില്ല. അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല. അങ്ങനെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി. നടി വിൻസി അലോഷ്യസിനോട് ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ഷൈൻ ടോം ചാക്കോ. തെറ്റ് മനസ്സിലാക്കുന്നു, അവസരം ലഭിച്ചപ്പോൾ തെറ്റ് തിരുത്തുകയാണെന്നും ഷൈൻ പറഞ്ഞു. ഇതോടെ വിവാദം അവസാനിപ്പിക്കണമെന്നാണ് വിൻസി അലോഷ്യസും പറയുന്നത്. തൃശ്ശൂരിൽ സൂത്രവാക്യ സിനിമയുടെ പ്രൊമോഷനിടെയായിരുന്നു ഷൈൻ ടോം ചാക്കോ ക്ഷമ ചോദിച്ചത്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, കഴിഞ്ഞ ദിവസം ഈ ഷൈൻ ടോം ചാക്കോ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയപ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടായ തെറ്റുകളെ അതൊക്കെ തെറ്റായിപ്പോയെന്ന്, ആ വീഴ്ചകളൊക്കെ തെറ്റായിപ്പോയെന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറെ വിവാദമായ വിൻസി അലോഷ്യസിൻ്റെ ആ വെളിപ്പെടുത്തൽ നമ്മളൊക്കെ ഏറെ ചർച്ച ചെയ്തതാണ്. ആ വിഷയത്തിലും വിൻസി അലോഷ്യസിനോട് ക്ഷമ ചോദിച്ചിരിക്കുന്നു. ഈ പിതാവിൻ്റെ മരണശേഷം ഷൈൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ അതല്ലേ ഈ ഒരു മനംമാറ്റത്തിനും ഈ ക്ഷമ ചോദിക്കലിനൊക്കെ കാരണമായത്? അതെ ടോം, ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ ജീവിതത്തിലുണ്ടായ വലിയ തിരിച്ചടികൾ തന്നെയാണ് ഇങ്ങനെ ഒരു മനംമാറ്റത്തിനും ഇപ്പോൾ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ എത്ര പക്വതയോടെയാണ് ഷൈൻ ടോം ചാക്കോ എത്തുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ തിരിച്ചടികൾ അല്ലെങ്കിൽ അദ്ദേഹം നയിച്ച ജീവിതം അത് എത്രമാത്രം മോശമായിരുന്നു എന്ന തിരിച്ചറിവ് തന്നെയാണ് ഇപ്പോൾ ഈ വിൻസിയോട് ക്ഷമ വരെ ചോദിക്കുന്ന നിലയിലേക്ക് ഷൈൻ ടോം ചാക്കോയെ എത്തിച്ചതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഈ സൂത്രവാക്യം സിനിമയുമായി ബന്ധപ്പെട്ട ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു ഷൈൻ ടോം ചാക്കോയിൽ നിന്നും ചില മോശമായിട്ടുള്ള പരാമർശങ്ങളും ചില മോശം പെരുമാറ്റവും വിൻസി അലോഷ്യസിന് ബുദ്ധിമുട്ടാകുകയും പിന്നീട് അവർ സിനിമാ സംഘടനകൾ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും അടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെ ഇത് വലിയ ചർച്ചയാകുകയും ഒരു പോലീസിലേക്കെന്ന പരാതിയുമായി പോകാൻ തയ്യാറല്ല എന്ന് തുടക്കം മുതൽ തന്നെ വിൻസി പറഞ്ഞിരുന്നു. സർക്കാർ ഉൾപ്പെടെ ഇത് മന്ത്രിമാരുൾപ്പെടെ ഇക്കാര്യങ്ങൾ അറിയുകയും വിൻസിയുമായി സംസാരിക്കുകയും ഇടപെടൽ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴും ഷൈൻ്റെ ഈ പെരുമാറ്റത്തിൽ തനിക്കുണ്ടായ വിഷമം അതിന് മാത്രമാണ് തന്റെ പരാതി എന്ന് ആവർത്തിച്ച് വിൻസി പറയുകയും ഏറ്റവും ഒടുവിൽ നിർമ്മാതാക്കൾ, ഈ സിനിമയുടെ നിർമ്മാതാക്കളും ഈ ഇരുവരും ഷൈനും വിൻസിയും ഒക്കെ ചേർന്ന് ഒരു ചർച്ച നടത്തി. ആ ചർച്ചയിലും ഷൈൻ ടോം ചാക്കോ വിൻസിയോട് മാപ്പ് പറയുകയും തന്റെ ഭാഗത്ത് നിന്നും മോശമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വിൻസി പിന്നീട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ് പിരിയുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഷൈൻ ടോം ചാക്കോയുടെ ജീവിതത്തിലുണ്ടായ വലിയ തിരിച്ചടികൾ, അച്ഛൻ്റെ നഷ്ടം, പിന്നീട് ഈ ഡി അഡിഷൻ സെന്ററിലേക്ക് പോകുന്ന ഷൈൻ ടോം ചാക്കോ. ഇതിൽ നിന്നെല്ലാം മുക്തമായിക്കൊണ്ടിരിക്കുകയാണ്, ഈ ലഹരിയിൽ നിന്ന് മുക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഷൈൻ. ഇപ്പോൾ എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു, വീണ്ടും സിനിമയിൽ സജീവമാകുമ്പോൾ ആ സൂത്രവാക്യം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായാണ് ഇരുവരും ഇന്ന് തൃശ്ശൂർ എത്തിയത്. അവിടെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ഷൈൻ ടോം ചാക്കോ. വിൻസിക്ക് തന്റെ പെരുമാറ്റത്തിൽ വിൻസിക്ക് വിഷമമുണ്ടാക്കിയെങ്കിൽ അത് താൻ ക്ഷമ ചോദിക്കുന്നു, അത് തനിക്ക് ഏറെ വിഷമമുണ്ടെന്ന് ഷൈൻ തീർച്ചയായും ആ ഒരു മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളണം. കാരണം ഇതിനു മുൻപുള്ള പല പത്രസമ്മേളനങ്ങളിലും മാധ്യമങ്ങളോട് ഷൈൻ ടോം ചാക്കോ സംസാരിച്ചിരുന്ന ശൈലി പോലുമല്ല. മുൻപൊക്കെ ഭയങ്കര ഒരു അസഹിഷ്ണുത പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ചോദ്യങ്ങളോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നു. ഒരു പൂർണ്ണമായും ഈ ലഹരിയിൽ നിന്നും ഒരു പരിധിവരെ മുക്തനായി എന്ന് പറയുന്നുണ്ട്. ഒരു വലിയ മാറ്റം ഇത് നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. ഇതുപോലുള്ള ഈ ഒരു മാതൃക, കാരണം ഒരാൾ തെറ്റ് പറ്റിയെന്ന് തുറന്ന് സമ്മതിക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു മഹത്തരമായിട്ടുള്ള കാര്യം. ഇവിടെയും ഷൈൻ ടോം ചാക്കോയുടെ ഈ മാറ്റം മറ്റ് നടന്മാർ, കാരണം പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ ഈ ലഹരിയുടെ ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിക്കുന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് സിനിമാ രംഗത്തുള്ളവർ, കലാരംഗത്തുള്ളവർ വലിയ രീതിയിൽ ലഹരിയുടെ അടിമകളായി മാറുന്നൊരു സാഹചര്യമുണ്ട്. അവർക്കൊക്കെ മാതൃകയാക്കാവുന്നതല്ലേ ഷൈൻ്റെ ഈ മാറ്റം? നവമി.
തീർച്ചയായും ടോം, നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ മാതൃകയായി തന്നെ മുന്നിൽ വെക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഷൈൻ ടോം ചാക്കോ. കാരണം ഒരു ലഹരി ഉപയോഗം ഒരു മനുഷ്യനെ ഏതൊക്കെ രീതിയിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ ഏതൊക്കെ തരത്തിൽ പതനങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ ഏറ്റവും ഉദാഹരണം ഷൈൻ ടോം ചാക്കോയായിരുന്നു. തുടരെയുള്ള കേസുകൾ, പിന്നീടുള്ള ചോദ്യം ചെയ്യലുകൾ, മൊഴിയെടുക്കൽ, അങ്ങനെ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുന്നു. അങ്ങനെ ഷൈൻ്റെ ജീവിതം വലിയ ഈ സിനിമ പോലെ തന്നെ ഒരുപാട് കയറ്റിറക്കങ്ങൾ ഉണ്ടായിരുന്ന ഒരു ജീവിതമായിരുന്നു ഷൈൻ ടോം ചാക്കോൻ്റെത്. ഏറ്റവും ഒടുവിലായി അച്ഛൻ്റെ മരണമാണ് ഷൈൻ ടോം ചാക്കോയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ താൻ ചെയ്ത തെറ്റെല്ലാം തിരിച്ചറിയുന്നത് വേണ്ടി തൻ്റെ അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ ഷൈൻ എത്തുന്ന സാഹചര്യമുണ്ടായി. അതും സ്വന്തം ചികിത്സയ്ക്ക് വേണ്ടി, ഡി അഡിക്ഷൻ സെന്ററിന് പോകുന്നതിന് വേണ്ടി കുടുംബത്തോടൊപ്പം പോയതായിരുന്നു ഷൈൻ ടോം ചാക്കോ. അതും താൻ കാരണമാണ് തൻ്റെ പിതാവിൻ്റെ ജീവൻ നഷ്ടമായെന്ന ഒരു കുറ്റബോധം ഒരു ഭാഗത്ത് ഷൈന് ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. പക്ഷേ തിരിച്ച് ജീവിതത്തിലേക്ക് വരണം, തൻ്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും മറ്റാരുമില്ല, താങ്ങായും തണലായും താൻ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവാണ് ഷൈൻ ടോം ചാക്കോയെ തിരിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് വരുവാനും വീണ്ടും സിനിമകളിൽ സജീവമാകാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയാം. അതിനുശേഷം, ഈ അച്ഛൻ്റെ മരണത്തിന് ശേഷം ഇപ്പോൾ അടുത്തിടയിൽ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലൊക്കെ എത്രമാത്രം കുറ്റബോധത്തോടെയാണ്, അല്ലെങ്കിൽ താൻ ചെയ്തത് തെറ്റാണ്, പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവർ അതിൽ നിന്ന് മുക്തരാകണം എന്നൊരു സന്ദേശം, വലിയ സന്ദേശം തന്നെയാണ് തീർച്ചയായും ഷൈൻ്റെ ഈ ഒരു മാറ്റത്തെ, തൻ്റെ ജീവിതത്തിലുണ്ടായ വീഴ്ചകളെ തുറന്നു പറയാനുള്ള ഈ മനോഭാവം, ക്ഷമ ചോദിക്കാനുള്ള, വിൻസി അലോഷ്യസിനെ നടിയോട് ക്ഷമ ചോദിക്കാനുള്ള ഈ മനോഭാവത്തെയാണ് നമ്മൾ വളരെ മഹത്തരമായി തന്നെ കാണേണ്ടത്. ഷൈൻ ഇതുപോലെ ലഹരിയിൽ നിന്ന് പൂർണ്ണമായി മുക്തമായി നല്ലൊരു നടനായി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ഷൈന് കഴിയട്ടെ ആശംസിക്കുന്നു. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.